ചെയ്ത നിഅമത്തെല്ലാം അള്ളാഹു ആവശ്യപ്പെട്ടാൽ തിരിച്ചു കൊടുക്കുമെന്ന ഭാവമാണ് ആരുടേത്? അതാണ് ശുക്റും. അള്ളാഹ്ക്ക് നന്ദി പറയുക എന്നുള്ളതാണ് എന്ത്? അൽഹംദുലില്ലാ. അതൊക്കെ നന്ദിയുടെ വാക്കാണ്, നന്ദിയല്ല. നന്ദി എന്നാൽ എന്താ? നന്ദി എന്നാൽ ഒരു മനസ്സിന്റെ ഭാവമാണ്. എന്ത്? ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം അവന്റേതാണ്. അവൻ വേണമെങ്കിൽ എപ്പോഴും ഞാൻ തിരിച്ചു കൊടുക്കും, അവന്റേതാണ്. ഈ ഭാവമാണ് എന്ത്? ഇതാണ് ശുക്ർ. അള്ളാഹു തന്ന എന്തും അള്ളാഹ്ക്ക് വേണ്ടി വരുമ്പോൾ കൊടുക്കാൻ ഞാൻ ഒരുക്കമാണെന്ന അബ്ദിന്റെ മാനസഭാവമാണ് എന്ത്? നന്ദി. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ച്, അല്ലെങ്കിൽ നല്ല ഒരു കുഞ്ഞിനെ ഒരാൾ വളർത്തുകയാണ്, നല്ല മോള് നല്ല മോന്, അങ്ങനെ സന്തോഷത്തിൽ ബാപ്പയും മോളും ഇങ്ങനെ ഉമ്മയും മോളും ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കുട്ടിയെ അള്ളാഹു അങ്ങോട്ട് മരിപ്പിച്ചു. എങ്കിൽ ഇത് മതിയാകും ഈ ബാപ്പാക്ക് സ്വർഗത്തിന്, ഇത് മതിയാകും ഈ പെണ്ണിനും സ്വർഗത്തിന്. ഇന്നല്ലാഹ ലാ യർളാ ലിഅബ്ദിഹിൽ മുഅ്മിനി ഇദാ ദഹബ ബിസഫിയിഹി ഫസബറ വഹ്തസബ ബിഥവാബിൻ ഇല്ലൽ ജന്ന. ഇത്രയേറെ കടലിന്റെ കഷ്ണമായ ഒരു കുഞ്ഞിനെ പെട്ടെന്ന് ആ കുട്ടിയെ പോറ്റിക്കൊണ്ടിരിക്കുന്നതിൽ അള്ളാഹു ആ കുട്ടിയെ മരിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഭർത്താവിനെ മരിപ്പിച്ചപ്പോൾ ഫസബറ, ഈ പിതാവ് അല്ലെങ്കിൽ ഈ പെണ്ണ് സബർ ചെയ്തു. സബർ ചെയ്തത് എന്തുകൊണ്ടാണ്? ശുക്റാണ്. ഇത് അള്ളാഹു തന്നതാണ്, തിരിച്ചെടുക്കാൻ അവകാശം അവനാണ്. ഇതുണ്ടാകണമെങ്കിൽ ഇതുണ്ടാവണം, ഇതുണ്ടാവണം. തിരിഞ്ഞിട്ടില്ല. നന്ദി ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? നന്ദി പറയാൻ ഒന്നും വേണ്ട. മനസ്സിലായില്ല? നന്ദി പറയുന്നു എന്നറിയാൻ ഒന്നും വേണ്ട. അള്ളാഹ്ക്ക് നന്ദി ചെയ്യണമെങ്കിൽ എന്ത് വേണം? സബർ വേണം. സബർ വേണമെങ്കിൽ എന്ത് വേണം? റിള വേണം. റിള എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടീഷനിൽ തൃപ്തിപ്പെടുകയാണ്. അതാണ് റിള. ഇതാണ് സബർ, ശുക്റും. ശുക്ർ എന്നതൊരു കർമ്മല്ല, ഒരു ഭാവമാണ്. ഇതും ഉള്ള ആളുടെ മനസ്സിന്റെ ഭാവത്തിൽ നിന്നാണ് എന്തുണ്ടാവുക? ശുക്ർ ഉണ്ടാവുക. മനസ്സിലായോ? ഇഷ്ടപ്പെട്ട ഒരു മോനാണ് മരിച്ച്, ഇഷ്ടപ്പെട്ട മോള് മരിച്ച്, ഇഷ്ടപ്പെട്ട ഭർത്താവ് മരിച്ച്, ഫസബറ. ഇതെല്ലാം അള്ളാഹു തന്നതല്ലേ എന്ന ഭാവത്തിൽ അള്ളാഹു എടുത്തോട്ടെ എന്ന നിലക്ക് അയാൾ അങ്ങോട്ട് പിടിച്ചെന്നാൽ, ക്ഷമിച്ചാൽ അയാൾക്ക് എന്ത് കൊടുത്താലും അള്ളാഹ്ക്ക് തൃപ്തിയാവൂല. ഇല്ലൽ ജന്ന, സ്വർഗം തന്നെ കൊടുക്കാതെ എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇയാൾ ഷാക്കിറാണ്, സ്വാബിറുമാണ്, റാളിയുമാണ്. അതാണ് ഇബ്രാഹിം, അതാണ് ഈമാൻ. ഇത് പറഞ്ഞതുകൊണ്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. പഠിച്ചാൾക്ക് ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല, പഠിക്കാത്തൊരാൾക്ക് ഈമാൻ ഉണ്ടാവില്ലെന്നുമില്ല. ഈമാൻ പഠിക്കലും ഈമാൻ ഉണ്ടാവലും രണ്ടാണ്. ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ആ പണ്ഡിതന്റെ കഥ യഹ്യായിലുണ്ട്, മുക്കാഷഫയിലുണ്ട്, വജാലിമ പറയുന്നുണ്ട്. ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ആ പണ്ഡിതന് എന്റെ ഭാര്യ മരിച്ചുപോയി. ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പെണ്ണ്. അങ്ങനെ ഈ പെണ്ണ് പെട്ടെന്ന് ഭാര്യ മരിച്ചു പോയപ്പോ ഈ ഭർത്താവ് ഈ പണ്ഡിതൻ വീട്ടിൽ തന്നെ ഒതുങ്ങി. ആർക്കും വിവരം പറഞ്ഞു കൊടുക്കൂല, ഫത്വയും കൊടുക്കൂല, ദുഃഖിച്ചിരിക്കുന്നു. പലരും പറഞ്ഞ് അപ്പോഴും ഇയാളെ ദുഃഖം മാറിയില്ല. കാരണം ഇത്ര ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ്. നാട്ടുകാരൊക്കെ വിഷമിച്ചു. കാരണം നാട്ടുകാർക്ക് ഈ പണ്ഡിതനെ കൊണ്ട് ഉപകാരം കിട്ടുന്നില്ല. കാരണം അയാളെ ഭാര്യ മരിച്ചപ്പോൾ അയാൾ എന്തായി? സൈഡായി, പരിലൊടുങ്ങി. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലൊരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ വന്നു. പറഞ്ഞു, എനിക്ക് ഉസ്താദിനെ ഒന്ന് കാണേണ്ടിയിരുന്നു, ഒരു ഫത്വ ചോദിക്കാനാണ്. അപ്പൊ ഉസ്താദിന്റെ ഖാദിം പറഞ്ഞു, ഉസ്താദ് ഇപ്പൊ അങ്ങനെ ആർക്കും മുഖം കൊടുക്കാറില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, എനിക്ക് അത്യാവശ്യമാണ്. അപ്പൊ പറഞ്ഞില്ല, പറ്റൂല. അപ്പൊ പറഞ്ഞു, ഞാൻ പോവില്ല, എനിക്ക് തന്നേ പറ്റൂ. അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരല്പം മുഖം കാണിക്കാൻ പണ്ഡിതൻ അനുവാദം കൊടുത്തു. ഈ സ്ത്രീ വന്നു. പണ്ഡിതൻ അങ്ങനെ ദുഃഖിച്ചിരിപ്പ. അപ്പൊ ചോദിച്ചു, എന്തിനെ വന്ന്? ഈ പെണ്ണ് പറയാ, എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രത്യക്ഷത്തിന് ഫത്വ കിട്ടാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചു, എന്റെ അയൽക്കാരി പെണ്ണ് എനിക്ക് എന്റെ ഒരു ആവശ്യത്തിന് ഒരു മാല കടം തന്നു. ഞാനത് കഴുത്തിലണിഞ്ഞു, നല്ല മാലയായിരുന്നു. ഞാനതിൽ അത്ഭുതപ്പെട്ടു, ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവൾ എന്നോടത് ചോദിച്ചില്ല. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു, അവൾ തീരെ ചോദിച്ചില്ല. ഞാനത് അണിഞ്ഞുകൊണ്ട് നടക്കണമെന്ന് അവൾ ദിവസേന കാണും, എന്നിട്ട് അവൾ എന്നോട് ചോദിച്ചില്ല. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച്,
അതെന്റേതാണ്. പിന്നെ ഞാൻ എന്റേതാണെന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇന്നലെ മിനിഞ്ഞാൻ അവൾ വന്നിട്ട് പറയാ എന്റെ മാല അങ്ങോട്ട് എടുക്ക്. അപ്പൊ എനിക്ക് വിഷമായി. മാല കൊടുക്കില്ല. അപ്പൊ പറഞ്ഞു, ഉസ്താദ് ഇനി നിങ്ങൾ പറയ്, നമ്മളെന്താന്ന് വിചാരിച്ച ഒരു മാല പിന്നോട് ചോദിക്കാൻ പാടില്ല. അത് പറഞ്ഞേ, അതെന്ത് പ്രാന്തായി പറയുന്നത്? ഈ അത്രയും കാലം അവൾ നിനക്കത് അനുഭവിക്കാൻ തന്നത് തന്നെ അവളൊരു ഔദാര്യമല്ലേ? അതിന് ഈ എന്റേതാന്ന് വിചാരിക്കുന്നത് തന്നെ അവൾ തന്നെ. അത് അവൾ ചോദിക്കുമ്പോ കൊടുക്കണ്ടല്ലേ? അത് ഉറപ്പാണോന്ന് ചോദിച്ചു. ഉറപ്പാണെന്നാണ്. പിന്നെ നിങ്ങൾ എന്ത് ഇരിപ്പായി ഇരിക്കുമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് സുന്ദരിയായൊരു പെണ്ണിനെ അള്ള തന്ന്, നിങ്ങളെ മുതലല്ല അള്ള. കുറച്ചുകാലം നിങ്ങൾ അനുഭവിച്ച് അള്ളാന്റെ മുതലാ നിങ്ങൾക്ക് തന്ന്. അനുഭവിച്ച സുഖം കൊണ്ട് നിങ്ങൾ വിചാരിച്ച് ഇത് നിങ്ങൾ തന്നെ. അള്ള ഉടമക്കാരനല്ലേ? ഒരു ദിവസം തിരിച്ചു വെച്ചു, നിങ്ങൾ വരാറുണ്ടോ ആവശ്യം എന്താന്ന് വെച്ചു. മനസ്സിലായോ? എന്നതുപോലെയാണ് ഇത് തന്നെ. ഇതാണ് യഥാർത്ഥ ശുക്ർ. എന്താണ്? ഒന്നും എന്റേതല്ല. ഈ ഭാവമാണ് ആരുടേത്? ഇബ്രാഹിമിന്റെ. അതൊരാൾക്കുണ്ടാവണമെങ്കിൽ